ഹലോ, സ്മോൾ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കാണുമ്പം ഇതെന്താന്ന് വിചാരിച്ച് നിങ്ങളൊരു പക്ഷെ അത്ഭുതപ്പെടുന്നുണ്ടാവും. ഇതാണ് ഇന്ന് കലിയനാണ്. അപ്പം കലിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇലയിൽ കണ്ടോ, കലിയൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിലൊക്കെ ആചരിക്കുന്ന ഒരു ആചാരമാണ്. ഇന്നലെ കലിച്ചി എന്നായിരുന്നു. അത് വീടൊക്കെ വൃത്തിയാക്കി നെഗറ്റീവ് എനർജിയെ ഒഴിവാക്കുക എന്നുള്ളത്. ഇന്ന് നമ്മൾ കർക്കിടക 1 കലിയൻ്റെ അന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു മുറത്തിൽ ഇങ്ങനെ കലപ്പ, നമ്മൾ ഈ കർഷക ഇതുമായിട്ട് ബന്ധപ്പെട്ട് കലപ്പ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാഴേൻ്റെ ഈ തട്ട കൊണ്ട് ഉണ്ടാക്കി. പിന്നെ ഇതാ 4 ഉരുള ചോറുണ്ട്. അതായത് ഒരു മഞ്ഞ, ഒരു ചുവപ്പ്, ഒരു വെള്ള, ഒരു കറുപ്പ്. അപ്പം ചുവപ്പും മഞ്ഞയൊക്കെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയിലൊക്കെ കുഴച്ചതാണ്. ഇത് വെണ്ണീരിൽ ചാരത്തിൽ കുഴച്ചതാണ് ഞാൻ. പിന്നെ ഒരു അട ചുടും, കലിയന് വേണ്ടിയിട്ട് ഒരു അട. പിന്നെ അതാ ചക്ക, നമുക്ക് സമൃദ്ധി ഉണ്ടാവാനാണ്, നല്ല കാർഷിക വിളവൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നിട്ട് ഒരു മുറത്തിൽ ഈ മുഴുവൻ സാധനങ്ങളും, പിന്നെ ഒരു ചൂട്ട് ഒരാൾ പിടിക്കും. ചൂട്ട് കണ്ടോ, ചൂട്ട് ഇതാ കെട്ട ചൂട്ട് ഞാനിതാ ഇവിടെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ചൂട്ട് പിടിക്കും, ഒരാളുടെ കയ്യിൽ കിണ്ടി പിടിക്കും. എന്നിട്ട് വീടിന് ചുറ്റും 3 പ്രാവശ്യം നമ്മൾ ചുറ്റും. അപ്പം ഒരു പാടുന്ന ഇങ്ങനെ പറയുന്ന ഒരു ഉറക്കെ വിളിച്ചു പറയും. അപ്പം അങ്ങനെ ഉറക്കെ വിളിച്ചൊന്നും പറയാറില്ല, കാരണം ആരും ഇത് ചെയ്യാത്തതുകൊണ്ട് നമുക്കിത് വീടിന് ചുറ്റും ചെയ്യുമ്പം കുറച്ച് നാണം തോന്നും. അപ്പോൾ അതുകൊണ്ട് ഉറക്കൊന്നും പറയാറില്ല. എന്നാലും ചെറിയൊരു ശബ്ദത്തിൽ എന്താ പറയാന്ന് വെച്ചാൽ, ഇതെല്ലാവരും പറയുന്നതാണോ ഇതാണോ എന്നറിയാം. ഞങ്ങളെ വീട്ടിൽ പറയുന്നതാണ്. കലിയാ കലിയാ കൂ കൂ, കലിച്ചി മക്കളും പോ പോ, ശിബോധി മക്കളും വാ വാ, ചക്കയും മാങ്ങയും താ താ. നമുക്ക് കാർഷികമായ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു പണ്ടുള്ള കാരണന്മാർ ഇതൊക്കെ ചെയ്തത്. അപ്പം എന്നിട്ട് 3 പ്രാവശ്യം വലം വെച്ചിട്ട്, എൻ്റെ വീട്ടിലൊക്കെ പ്ലാവിൻ്റെ ചുവട്ടിലാണ് ഇത് കൊണ്ട വെക്കാറ്. അപ്പോൾ ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് വലിയ പ്ലാവില്ല പറമ്പിൽ. അപ്പം ഞാൻ കുഴിച്ചിട്ട ഒരു പ്ലാവിൻ്റെ തൈയാണ്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത്ര വലിപ്പം വെച്ചിട്ടേ ഉള്ളൂ ഇതാ. അപ്പോൾ അതിൻ്റെ ചുവട്ടിലാണ് ഞാൻ കൊണ്ടുവച്ചത്. ഇതവിടെ വെച്ചു. പിന്നെ ഇതാ കത്തിച്ച ചൂട്ട് കെടുത്തിട്ട് അതിനെടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കലിയെന്ന് പറയുന്ന ആചാരം. അപ്പം ഇതൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, കാരണം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ചൊരു ഇൻട്രസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്തപ്പം ഇതൊന്ന് വീഡിയോയിൽ എടുക്കണം എന്നും അത് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടണം എന്നും എനിക്ക് തോന്നി. അപ്പം എൻ്റെ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത്. ഓക്കെ, താങ്ക് യു.